കാലഭൈരവൻ ശരിക്കും ആരാണ്? ഹിന്ദു മിത്തോളജി പ്രകാരമുള്ള ഒരു ദൈവമാണ് അല്ലേ? ഇന്ന് നമുക്ക് പുരാണത്തിലുള്ള ഒരു കഥ കേൾക്കാം. കാലഭൈരവന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കഥ. പരമശിവന്റെ ഏറ്റവും ഫിയേഴ്സ് ആയിട്ടുള്ള ഒരു രൂപമാണ് കാലഭൈരവൻ എന്ന് എല്ലാവർക്കും അറിയാം. കാലഭൈരവന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. എന്നാൽ ഒരു പുരാണ കഥ ഇങ്ങനെയാണ് പറയുന്നത്. ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ആരാണ് വലിയവൻ എന്ന ഒരു തർക്കമുണ്ടായ കഥ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഞാനാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, വേറൊരു ദൈവത്തെ നീ പ്രാർത്ഥിക്കരുത്, എന്നെയാണ് നീ പ്രാർത്ഥിക്കേണ്ടതെന്ന് ബ്രഹ്മദേവൻ മഹാവിഷ്ണു ഭഗവാനോട് പറയുന്നുണ്ട്. അങ്ങനെ ഈ തർക്കം കൂടുകയും ആ തർക്കം സോൾവ് ആക്കാനായിട്ട് മഹാദേവൻ ഇടയും. ബ്രഹ്മാവ് ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് അഹങ്കാരം നിറഞ്ഞ ചില പരിപാടികൾ ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് ബ്രഹ്മാവിൻ്റെ അഹങ്കാരം ശമിപ്പിക്കാനായിട്ട് പരമശിവന്റെ ജടയിൽ നിന്നെന്ന് ചില കഥകളിൽ പറയുന്നുണ്ട്, ചില കഥകളിൽ ഭഗവാന്റെ നഖത്തിൽ നിന്നെന്ന് പറയുന്നുണ്ട്. എന്നാൽ എന്തു തന്നെയാണെങ്കിലും ഭഗവാന്റെ അംശത്തിൽ നിന്ന് ഒരു രൂപം വന്നു. ഈ രൂപത്തിനെ കാണാൻ മഹാദേവന്റെ ലുക്ക് പോലെ ആയിരുന്നുവെങ്കിൽ പോലും മഹാദേവന്റെ അപ്പിയറൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. മഹാദേവനെ എന്താ പറയുക, വെള്ളിമാമല പോലത്തെ ശരീരവും കർപ്പൂര നിറം, അതായത് വൈറ്റ് ആസ് എ ക്യാംഫർ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഈ അവതരിച്ചിരിക്കുന്ന രൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. കാരണം കറുത്ത രൂപമാണ്. കറുത്ത രൂപവും കറുകറുത്ത മുടിയുമൊക്കെ ആയിട്ട് കയ്യിൽ ആയുധവുമൊക്കെ ആയിട്ട് വന്നു. നേരെ തിരിഞ്ഞ് മഹാദേവനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. മഹാദേവൻ പറഞ്ഞു, ബ്രഹ്മദേവന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ പറഞ്ഞു. ഇത് കേട്ടുടനെ മറിച്ചൊന്നും ചോദിക്കാതെ ബ്രഹ്മാവിൻ്റെ 5ാമത്തെ തലയിങ്ങ് പറിച്ചെടുക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ മോഡേൺ മീഡിയയിലും മറ്റ് കഥകളിലുമെല്ലാം കേൾക്കുന്നത് പോലെ ആയുധമൊന്നും ഉപയോഗിച്ചല്ല 5ാമത്തെ തല മുറിച്ചെടുത്തത്, തൻ്റെ നഖം കൊണ്ടിങ്ങ് നുള്ളിയെടുത്തു എന്നാണ് പറഞ്ഞത്. ഉടനെ തന്നെ ബ്രഹ്മാവിന് തൻ്റെ അഹങ്കാരം മനസ്സിലായി. മഹാദേവനോട് ക്ഷമയൊക്കെ ചോദിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം മഹാദേവൻ കാലഭൈരവനെ നോക്കിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കാലഭൈരവൻ്റെ ചെറുവിരലിൽ അപ്പോഴും ബ്രഹ്മാവിൻ്റെ തലയോട്ടി ഇങ്ങനെ കുരുങ്ങിയിരിക്കുകയാണ്, അത് ഇളകിപ്പോകുന്നില്ല. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, കാലഭൈരവന് ബ്രഹ്മഹത്യാ പാപം പിടിപെട്ടിട്ടുണ്ട്, അത് പോകാനായിട്ട് സഞ്ചരിക്കാൻ പറഞ്ഞു. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും കാലഭൈരവൻ്റെ കയ്യിൽ നിന്ന് ഈ തലയോട്ടി ഊരി വീഴുമെന്നും അവിടെ പാപമോക്ഷം കിട്ടുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ കാലാകാലങ്ങൾ കാലഭൈരവൻ ഇങ്ങനെ നടന്നു എന്നാണ് പറയുന്നത്. അലഞ്ഞു തിരിഞ്ഞ് അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും തൻ്റെ ചെറുവിരലിൽ നിന്ന് ബ്രഹ്മദേവൻ്റെ ഈ ഒരു തലയോട്ടി ഊരി വീണു. ആ സ്ഥലമാണ് കാശി എന്നാണ് പറയുന്നത്. കാശിയിൽ തന്നെ കാലഭൈരവൻ ഇരുന്നു. ഇവിടെ ഒരു സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, കാശിയുടെ ആദിനാഥനായ കാലഭൈരവനെന്ന്. ഈ ഒരു കാലഭൈരവനെയാണ് സത്യം പറഞ്ഞാൽ അഘോരികളൊക്കെ കൂടുതലും പ്രാർത്ഥിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, താന്ത്രിക് ബാക്ക്ഗ്രൗണ്ടിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും കാലഭൈരവനെ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. ജനറലി മഹാദേവൻ്റെ ഒരു ഫിയേഴ്സ് രൂപമാണെന്ന് പറയുമെങ്കിൽ പോലും കാലഭൈരവൻ പ്രപഞ്ചത്തിൻ്റെ സമയത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഒക്കെ ദൈവമാണെന്നാണ് പറയുന്നത്. മെയിനായിട്ട് സംരക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാലഭൈരവന് കീഴിൽ 8 ഭൈരവന്മാർ, ആ 8 ഭൈരവന്മാർക്ക് കീഴിൽ 64 ഭൈരവന്മാർ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. അപ്പോൾ ഇതാണ് കാലഭൈരവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പല കഥകളിൽ ഒരെണ്ണം. ഇതല്ലാതെ വേറെയും കഥകൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് മഗധീര സിനിമ കണ്ടപ്പോഴത്തേക്കും അതിൽ കാലഭൈരവ എന്ന് കേട്ടപ്പോഴത്തേക്കും ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഇങ്ങനെ തപ്പിപ്പോയപ്പോൾ കിട്ടിയൊരു കഥയാണ്. പിന്നെ പുരാണ കഥകൾ കേൾക്കുവാൻ എന്നും ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി കാണുന്നത് വരെ ബൈ.